അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഒരു ബിരിയാണി അടിക്കാൻ ഇറങ്ങിയതാട്ടോ. വേറെ എവിടെയല്ല, നമ്മളെ കോഴിക്കോട് ബീച്ച് സൈഡിൽ കുറ്റിച്ചിറല്ലേ, അവിടെ ഒരു വെപ്പന്തൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. കുറെ ബിരിയാണി കിട്ടുന്ന കേട്ടിട്ട് എത്തിയാണ്. ഞാനൊരു 12 മണി ആയിട്ട് എത്തിയിട്ടോ. സാധനം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പം ഞാൻ കയറി ചോദിച്ചപ്പോൾ ബോർഡ് കാണാൻ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ ദം ബിരിയാണി അല്ലേ കഴിക്കാറ്, അതിൻ്റെ ആണ് എനിക്ക് ഇഷ്ടം. പക്ഷെ ഇവിടെ നമ്മളെ റോസ്റ്റ് ബിരിയാണി ഉണ്ടായിരുന്നപ്പോൾ അത് തന്നെ വാങ്ങി സാധനം എത്തിയിട്ടുണ്ട്. ബാക്കി കഴിച്ചിട്ട് നോക്കാം. കാണാൻ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ പ്ലേറ്റ് നിറച്ച സാധനം ഉണ്ട്. പിന്നെ ഒരു ചെറിയ ചിക്കൻ പീസൊക്കെ വെച്ചിട്ട് എന്തായാലും പ്ലേറ്റിലേക്ക് തട്ടുക, കഴിക്കുക. ബീഫ് റോസ്റ്റ് ബിരിയാണി കേട്ടോ. നമ്മൾ റോസ്റ്റ് ബിരിയാണി മുന്നേ എനിക്ക് ഒന്ന് റഹ്മത്ത് നേരമാണ് കഴിച്ചത്, കുറേ മുന്നേ. അത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. നോക്കട്ടെ എന്താ സ്ഥിതിയുള്ളത്. ചെറിയ ചെറിയ പീസാണ് കേട്ടോ, നമ്മൾ സാധനം കാണുന്ന വലിയ പീസല്ല. പക്ഷെ റൈസ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. വേറൊരു ടൈപ്പ് മസാല, നമ്മളെ ദം ബിരിയാണീൻ്റെ ഒരു മസാല ഒന്നല്ല, റോസ്റ്റ് ബിരിയാണി അല്ല. എന്തായാലും ഒന്ന് കഴിച്ചോ കേട്ടോ. ആ ഒരു മസാല റൈസും കൂടി ഒന്ന് കഴിച്ചോ. പീസ് നിന്നിട്ട് നോക്കട്ടെ കേട്ടോ, ടേസ്റ്റ് എങ്ങനെ ഉണ്ട് ഉള്ളത്. സാധനം കൊള്ളാം. ശരീരമൊക്കെ ഉള്ളൊരു ടൈപ്പ് കേട്ടോ. പീസ് അത്യാവശ്യം കുറച്ച് പീസും കാണുന്നുണ്ട്, ചെറിയ ചെറിയ പീസായിട്ട്. അപ്പം എന്തായാലും റോസ്റ്റ് ബിരിയാണി സാധനം കൊള്ളാം കേട്ടോ. ഒരു എന്താ പറയുക, നമ്മളെ ബീഫ് റോസ്റ്റ് നെയ്ച്ചോറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബിരിയാണീൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ. സാധനം മോശമൊന്നുമല്ല. പക്ഷെ നമ്മളെ ദം ബിരിയാണീൻ്റെ ആ ലെവലിലൊന്നും ഒരു സാധനം എത്തൂല, അത് വേറെ ലെവൽ. പിന്നെ വേറെ ഈ കുറ്റിച്ചിറ ഭാഗത്ത്, നമ്മൾ കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗത്തൊക്കെ വന്നാൽ എപ്പോഴും ഈ തൈരിൻ്റെ കൂടെ ഒരു അച്ചാറുണ്ടല്ലോ, നമ്മളെ കാരക്ക അങ്ങനെയൊക്കെ കിട്ടത്, നമ്മളെ പപ്പായ ഒക്കെ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. അച്ഛൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഏരിയയിലുള്ള. ഇത് പൈനാപ്പിൾ കേട്ടോ, അല്ല പൈനാപ്പിൾ അല്ല, പപ്പായ. നല്ല രസം ഉണ്ടാവും. ബിരിയാണീൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റാണ് ഇങ്ങനത്തെ കാരക്ക, ഈ പപ്പായൊക്കെ. അപ്പം സാധനം സ്പെറ്റ് നമ്മുടെ കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗത്താട്ടോ. പിന്നെ ചിക്കൻ പൊരിച്ചത് ഇവിടെ എല്ലാ ഹോട്ടലും ഇപ്പോൾ ഒരു ചിക്കൻ പൊരിച്ച് അതിൻ്റെ മുകളിൽ വെക്കാതെ ഒരു മത്സരമുള്ള ഹോട്ടലുകൾ തമ്മിൽ അതില്ലാണ്ട് നടക്കൂല. അപ്പം അതുകൊണ്ട് സാധനം സെറ്റ് കേട്ടോ, അടിപൊളി ബിരിയാണി. അപ്പോൾ സ്പോട്ട് വെപ്പന്തൽ കേട്ടോ, ബീച്ച് സൈഡിൽ കുറ്റിച്ചിറ.